നമസ്കാരം. ആരാകും മുഖ്യമന്ത്രി? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ എന്നുള്ളതല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എങ്ങനെയാണ് നേതാക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്ന് ഒരു കണക്കെടുപ്പ് നടത്തി. 14 PCCകൾ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പോലുള്ള 14 PCCകളിൽ 12 എണ്ണവും സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രിയാകണം. ഉരുക്ക മനുഷ്യനായിട്ടുള്ള, പിന്നെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന വളരെ പ്രമുഖനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ പ്രധാനമന്ത്രിയാകണം. 2 PCCകൾ ആചാര്യ കൃപലാനി പ്രധാനമന്ത്രിയാകണം. ഇങ്ങനെ ഒരു ലിസ്റ്റുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഗാന്ധിജിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നു, ഈ സർദാർ പട്ടേലിനെ വിളിച്ചിട്ട് പറയുന്നു, പട്ടേൽ താങ്കൾ ഇപ്പോൾ മാറി നിൽക്കണം, നെഹ്റു ആകട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രം, പിന്നൊരു കുടുംബ പരമ്പര തന്നെ. ഒരുപക്ഷേ നെഹ്റു പ്രധാനമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് പിന്നെ ആകാൻ പറ്റുമായിരുന്നോ? ഇന്ദിരാഗാന്ധിക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആകുമോ? അല്ല, രാജീവ് ഗാന്ധി ആകുമോ? രാജീവ് ഗാന്ധി ആയില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആകുമോ? ഇങ്ങനെയുള്ളൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ ആകുമായിരിക്കും, രാഷ്ട്രീയമാണല്ലോ. പിന്നെ അച്ഛൻ പോയതിന് ശേഷം മകളാവട്ടെ എന്ന് ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്ക് തീരുമാനിക്കാം. അച്ഛൻ വന്നില്ലെങ്കിലും മകളാകട്ടെ തീരുമാനിക്കാം, അത് വരാം. പക്ഷേ അധികാര കേന്ദ്രത്തിലേക്ക് നെഹ്റു കടന്നു വരുന്നത് ഗാന്ധിജിയുടെ ഒറ്റ വാക്കിലാണ്. ഇനി ഇത് അവിടെയാണോ സ്ഥിതി? അല്ല. ഇപ്പുറത്തെങ്ങനെയാണ്? BJPയിൽ എങ്ങനെയാണ് നരേന്ദ്രമോദി വന്നത്? LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയുമായിരുന്നു BJPയുടെ ശബ്ദങ്ങൾ, ജിഹ്വ, സിംഹങ്ങൾ, പുലി എല്ലാം അവരായിരുന്നു. ആ ലാൽ കൃഷ്ണ അദ്വാനി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു രഥയാത്ര നടത്തി. ഉമാഭാരതിയൊക്കെ അടക്കമുള്ള വലിയ രഥയാത്രയാണ് നടത്തിയത്. അതിനെ തുടർന്ന് ബാബറി മസ്ജിദിൻ്റെ ഡെമോളിഷനൊക്കെ നടക്കുന്നത്. ആ രഥയാത്ര നയിച്ചത് LK അദ്വാനിയാണ്. ആ രഥയാത്രയ്ക്ക് ഗുജറാത്തിലുള്ള ചെറിയൊരു കോർഡിനേഷൻ മാത്രം നടത്തിയ മനുഷ്യനാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെയായ നരേന്ദ്രമോദി. ചെറിയൊരു മനുഷ്യൻ, ചെറിയൊരു കോർഡിനേറ്ററായിരുന്നു. പക്ഷേ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ വാജ്പേയിക്ക് ശേഷം നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വന്നത്. ഞാനിത് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന നമ്മുടെ വിൻസ് ആൻഡ് ഫാൻസിയും നമ്മുടെ വികാരങ്ങളും ഒന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതിന് നിയതമായ ഘടനയുണ്ട്, നിയതമായ രീതികളുണ്ട്, ഒരുപാട് ജനാധിപത്യ പ്രക്രിയകളുണ്ട്, ചർച്ചകളുണ്ട്, ആളുകളുടെ, സീനിയർ നേതാക്കളുടെ അഭിപ്രായമെടുക്കലുണ്ട്, ഘടകകക്ഷികളുടെ അഭിപ്രായമെടുക്കലുണ്ട്. അങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ചേർത്തായിരിക്കും ഒരു സ്ഥാനത്തേക്ക് ആളുകളെ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, കേരളത്തിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരുന്നപ്പോൾ അതിന് വേറൊരു വികാരമുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കരുണാകരൻ്റെയും പിന്നെ AK ആൻ്റണിയുടെയും കാലഘട്ടത്തിൽ അവരുടെ ഇപ്പോൾ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, AK ആൻ്റണി മാത്രമാണുള്ളത്. അവരുടെ വസന്തകാലത്ത് അവർ ബലാബലമാണ്. അപ്പോൾ ഒരു നേതാവ് കഴിഞ്ഞ് അടുത്ത നേതാവ്, അങ്ങനെ ഒരു ബലാബല രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു സംഘരാഷ്ട്രീയം, ശക്തി രാഷ്ട്രീയത്തിൻ്റെ കാലമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയം പോലും ശക്തമായി കോൺഗ്രസിനകത്തില്ല. സൈലൻ്റായിട്ട് എല്ലാവരും പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു, എൻ്റെ കൂടെ 20 പേരുണ്ട്, എൻ്റെ കൂടെ 10 പേരുണ്ട്. സതീശൻ പറയുന്നു, എൻ്റെ കൂടെ 45 പേരുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു എന്നുള്ളതല്ലാതെ പരസ്യമായി അവരാരും മീറ്റിംഗ് കൂടുന്നില്ല, പരസ്യ യോഗങ്ങൾ ചേരുന്നില്ല. അവർ രഹസ്യമായിട്ട് മാത്രമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും, അത് മീഡിയകളാകട്ടെ, വ്യക്തികളാകട്ടെ, പാർട്ടികളുടെ അണികളാകട്ടെ, അനുയായികളാകട്ടെ, പാർട്ടി പ്രവർത്തകരാകട്ടെ, പുറത്തു നിന്ന് പറയുന്ന വിൻസ് ആൻഡ് ഫാൻസി അനുസരിച്ചല്ല രാഷ്ട്രീയ പാർട്ടികളിൽ തീരുമാനമുണ്ടാകുന്നത്. അത് അത്ഭുതങ്ങൾ പലതും സംഭവിക്കും. ഇതുപോലെ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം, രാഹുൽ ഗാന്ധി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി മനസ്സ് തുറന്നതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്, അതും ആധികാരികമാണോ നമുക്കറിയത്തില്ല. വി ഡി സതീശന് വേണ്ടി പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതേസമയം ഈ വാർത്ത വളരെ വലിയ ഒരു വാർത്തയാണ്, സ്കോപ്പുള്ള വാർത്തയാണ്.
രാഹുൽ ഗാന്ധി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. AICCയുടെ ആളുകൾ അവിടെ പോയിട്ടുണ്ട്. ഇന്ന് അവിടെ റിപ്പോർട്ട് കൊടുത്ത് രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ഫോൺ കാൾ വരികയുള്ളൂ. ഫോൺ കാൾ വന്നാൽ ഏത് നിമിഷവും പിന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും സണ്ണി ജോസഫും ഏത് നിമിഷവും ഡൽഹിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവർ തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ ഡൽഹിയിലേക്ക് പോയാൽ അവരുമായി കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് വരും. ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സണ്ണി ജോസഫിൻ്റെ ഒരു പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ KC വേണുഗോപാൽ, ഡൽഹിയിൽ പ്രവർത്തനം നടത്തുന്ന KC വേണുഗോപാലിന് 10-45 MLA-മാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ പബ്ലിക്കിനിടയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ സജീവമായി നിന്ന സതീശൻ എന്തുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല? കഴിഞ്ഞ പ്രാവശ്യം 10 വർഷങ്ങൾക്ക് മുമ്പ് സതീശന് സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു VD സതീശന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല. അദ്ദേഹം സാധാ MLA ആയിട്ട് തുടർന്നു. അതിനകത്ത് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതായിരുന്നെങ്കിൽ സ്പീക്കറായി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെയാണ് വേറെ സ്പീക്കറായത്. പക്ഷേ സ്പീക്കറായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു സതീശനാകുമായിരുന്നു. കാരണം അധികാര രാഷ്ട്രീയം വേറെയാണ്, ആദർശ രാഷ്ട്രീയം വേറെയാണ്. എന്നും സംഘടനയ്ക്കകത്ത് നടക്കുന്നത് ആദർശ രാഷ്ട്രീയമല്ല, അധികാര രാഷ്ട്രീയമാണ്. ജനങ്ങളിടയിൽ അങ്ങനെയല്ല. ജനങ്ങളിടയിൽ ആദർശ രാഷ്ട്രീയത്തിനും വലിയ വിലയുണ്ട്. അതങ്ങനെ അകത്ത് കൂടെ ആളുകളെ നിർത്തലും കൂടെ ഉള്ളവരെ പിന്നെ കൂടുതൽ ആളുകളെ അടുത്തോട്ട് കൊണ്ടുവരുന്നതും ഒരു സംഘടന ഒരു കഴിവും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇപ്പുറത്തെനിക്ക് ഞാൻ ആദർശവാനാണ്, നിലപാടുള്ളവനാണെന്നൊക്കെ പറഞ്ഞാലും അകത്ത് ഈ ആളെ കൂട്ടുന്നതിൽ സതീശൻ പരാജയപ്പെട്ടോ എന്ന് നമുക്കറിയാം. വരുന്ന ദിവസങ്ങളിൽ അറിയേണ്ടി വരും, അല്ലെങ്കിൽ കാണാം. ഇനി തൻ്റെ കൂടെയുള്ള ആളുകളെ ഒഴുകിപ്പോകുന്നത് മനസ്സിലാകാതിരുന്ന രമേശ് ചെന്നിത്തലയാണോ നമ്മൾ കാണുന്നത്? അത് KC വേണുഗോപാൽ വളരെ തന്ത്രപരമായി ആളുകളെയെല്ലാം കൊണ്ടുപോയതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുമെല്ലാം ഉള്ള ഉത്തരം വളരെ കൃത്യമായി അടുത്ത ദിവസങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും ഞായറാഴ്ച വരെ എല്ലാവരും കാത്തിരിക്കണമെന്ന് പറയുന്നു. നാളെ AICCയുടെ സുപ്രധാനമായ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ചർച്ച ലെവലിൽ നടക്കും. പിന്നെ ഇവിടെ നിന്ന് പോകുന്നവരുടെയും കൂടി ലെവലിലുള്ള ചർച്ച നടന്ന് ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്.